അമലുകളും പടച്ചറപ്പ് സമ്പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് തറാവീഹിന് ശേഷം നമുക്ക് ഉജീനം നൽകുന്നത് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ ബംഗ്ലാവിൽ പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെയും പരിപൂർണ്ണ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ മുഴുവൻ നിയ്യത്തുകളും അല്ലാഹു സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ ഇത്ആമിന്റെ വണ്ണമായ പ്രതിഫലം ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെ ഹദറാത്തുകളിലേക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിൽ അഹിദുക്കും മിനന്നാർ നരകമോചനം ലഭ്യമാകുന്നവരിൽ അല്ലാഹു അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അവരുടെ ജോലിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അല്ലാഹുവേ അവരുടെ ജോലികളിൽ എല്ലാവിധ ഖൈറും നൽകണേ അല്ലാഹ്. ഉപജീവന മാർഗങ്ങളിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്. സാമ്പത്തികമായി പുരോഗതിയും ഖൈറും നൽകണേ അല്ലാഹ്. പടച്ചറബ്ബേ വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണം അല്ലാഹ്. അല്ലാഹുവേ വിവാഹം കഴിഞ്ഞവർക്ക് സ്വാലിഹീങ്ങളായ കുളിർമയേകുന്ന സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന ആ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, അവർക്കൊക്കെയും പരിപൂർണ്ണ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെയും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ച റബ്ബേ മാരകമായ ഭീകരമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹുവേ അവർക്കൊക്കെയും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ച റബ്ബേ ഇത്ആമിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന എല്ലാ വിപത്തുകളും തട്ടിമാറ്റി ജീവിതത്തിലേക്ക് ഒരുപാട് ഖൈറിന്റെ അബ്വാബുകൾ നീ തുറക്കണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പരിശുദ്ധമായ ഖുർആൻ ഖത്മ് പൂർത്തീകരിക്കുകയും അത് അറിയിക്കുകയും ഇൻഷാ അല്ലാഹ് 27-ാം രാവിനെ നമുക്ക് ദുആ ചെയ്യുകയും വേണം എന്നറിയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലുള്ള ഭാര്യ, മാതാപിതാക്കൾ, മക്കൾ ഒക്കെ ഓതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നെ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് നാളെ രാത്രി കൃത്യം 11:30 തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് ഏകദേശം ഒരു 9:45 10 മണിയോടുകൂടി നമ്മൾ മടങ്ങിപ്പോകും വീട്ടിലേക്ക്. ശേഷം തറാവീഹ് ശേഷം 11:30 കൃത്യം നമ്മൾ എത്തുകയും നമുക്ക് നമ്മുടെ മുന്നോറുകളുടെ അടുത്ത് പോയി അവിടെ നിന്ന് യാസീൻ ഓതി ദുആ ചെയ്ത് ശേഷം പള്ളിയിലേക്ക് കടന്നു വന്ന് ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റ് അമലുകളിൽ വ്യാപൃതരാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഖബറാളികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമാനം പറയുമെന്ന ഓരോ വെള്ളിയാഴ്ചകളിലും എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഖബറിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ഖബറാളിയോട് പ്രിയപ്പെട്ട പിതാവ് പറയും, കണ്ടോ എൻ്റെ മകൻ വന്നത് കണ്ടോ. ഇനി ഒരാൾ പോയില്ലെങ്കിലോ മറ്റു ഖബറാളികൾ അയാളെ പരിഹസിക്കുമെന്നാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീ, ഇത്രയും നല്ല ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ പേമാരി പോലെ വർഷിക്കുന്ന രാത്രിയിൽ ആദ്യം നമുക്ക് അവരുടെ അടുത്ത് പോകണം. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അവർക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയൂല, നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റും. നാളെ നമ്മളും അതുപോലെ കിടക്കേണ്ടവരാണെന്നുള്ള കാര്യം മറന്നു പോകണ്ട. ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് ദുആ ചെയ്ത് ശേഷം നമ്മൾ പള്ളിയിലേക്ക് കടന്നു വന്ന് മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയുടേതാകുന്നതായ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടുവന്നത്. നിസ്കാരത്തിൽ ഇങ്ങനെ ഫാത്തിഹ ഓതുമ്പോൾ ഈ അർത്ഥങ്ങൾ നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവരണം. മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഇയ്യാക നഅ്ബുദു, ശേഷം ചെയ്യുന്ന പ്രതിജ്ഞ, പടച്ച റബ്ബേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ശേഷം പടച്ച റബ്ബിനോടുള്ള ചോദ്യമാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ർജുവായ യഥാർത്ഥമായ ചൊവ്വായ പാതയിലേക്ക് എന്നെ നടത്തണേ അല്ലാഹ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, പരിശുദ്ധമായ ഖുർആൻ അനുഗ്രഹീതരുടെ റൂട്ട് ഏതാണ് എന്ന് പറഞ്ഞു തരികയാണ്. ഒരാൾക്കും ഒരു സംശയവും വരുന്നില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലൂടെ എന്നെ നടത്തണം. സിറാത്തൽ ലദീന, ഏതാണ് നേരായ മാർഗമെന്നറിയുമോ?
ഏതാണ് നേരായ മാർഗം, ഏതാണ് ചൊവ്വായ മാർഗം? പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ഇവർ സഞ്ചരിച്ച വഴിയാണ് യഥാർത്ഥ വഴി, അല്ലാണ്ട് ഇന്ന് യൂട്യൂബിൽ കാണുന്ന വഴികളല്ല. ഇവർ സഞ്ചരിച്ച വഴി വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുൻഗാമികളായ മുഹാജിറുകൾ, അൻസാറുകൾ, സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു വല്ലദീന തബഊഹും, അവരെ പിന്തുടർന്ന് ജീവിച്ചവർ, സഹാബാക്കളെ, മുൻകഴിഞ്ഞു പോയ മഹത്തുക്കളെ, താബിഈങ്ങളെ, തബൂ താബിഈങ്ങളെ, മഹത്തുക്കളെ, ഇമാമിങ്ങളെ, വല്ലദീന തബഊഹും, അവരെ പിന്തുടർന്ന് ജീവിച്ചവർ, ബിഇഹ്സാൻ, നന്മയായ പ്രവർത്തനങ്ങൾ കൊണ്ട്. ശ്രദ്ധിക്കണം, നമുക്ക് ഇമാമിങ്ങളൊന്നും വേണ്ട, നമുക്ക് മഹത്തുക്കളൊന്നും വേണ്ട എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ അവരെയും പിന്തുടർന്ന് ജീവിച്ചവർ റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവരുടെ ക്വാളിഫിക്കേഷൻ എന്തെന്നറിയോ? അവർ പടച്ച റബ്ബിനെ കൊണ്ട് തൃപ്തിപ്പെട്ടു, പടച്ച റബ്ബ് അവരെ കൊണ്ടും തൃപ്തിപ്പെട്ടു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടവർ റളിയല്ലാഹു അൻഹും വറദു അൻഹു. അല്ലാഹുവിന്റെ തൃപ്തിയാണ് ഇതിലൂടെ നമുക്ക് കരസ്ഥമാക്കേണ്ടത്. അല്ലാഹുവിന്റെ തൃപ്തി നേടിയ വഴി, ആ വഴിയാണ് യഥാർത്ഥമായ പടച്ച റബ്ബിൻ്റെതാകുന്നതായ അനുഗ്രഹീതരുടെ പാത. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവിന്റെ പ്രത്യേകമായ വഴി. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം, അറിയോ എന്തുകൊണ്ടാണ് മൂസ നബിക്ക് കലീമുല്ലാഹി എന്ന പേര് വന്നത്? അല്ലാഹുവുമായി സംസാരിച്ച പ്രവാചകനാണ്. റബ്ബിനോട് അങ്ങേയറ്റം പറഞ്ഞു, പടച്ച റബ്ബേ എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. അവസാനം വാശി പിടിച്ചു. റബ്ബിനോടുള്ള പ്രേമം കാരണമാണ്, സ്നേഹം കാരണം. അല്ലാഹുവുമായി സ്നേഹിച്ച് പ്രേമിച്ച് പടച്ച റബ്ബിനെ ദിക്റിലായി ഓർമ്മിച്ച് അവസാനം പടച്ച റബ്ബിനോടൊരു വാശി, എനിക്ക് നിന്നെ കണ്ടേ പറ്റുള്ളൂ. പരിശുദ്ധമായ ഖുർആൻ അതും പഠിപ്പിക്കുന്നുണ്ട്. വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനീ അൻദുർ ഇലൈക് ഖാല ലൻ തറാനി വലാകിൻ അൻദുർ ഇലൽ ജബൽ. കാണണോ മൂസ? കാണണം. എന്നാ നോക്കിയോ, ഇല്ല കാണുന്ന പർവ്വതത്തിലേക്ക് ഒന്ന് നോക്കൂ മൂസ. വലാകിൻ അൻദുർ ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ. അല്ലാഹുവിന്റെ തജല്ലിയായ പ്രകാശങ്ങളിൽ നിന്നും ഒരു അംശം, കേവലം ഒരു ചെറിയൊരു അംശം കാണുന്നതായ പർവ്വതത്തിലേക്ക് അടിച്ചു വീശി. കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിനെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വളരെ ആഗ്രഹത്തോടെ ആവേശത്തോടെ നോക്കിയപ്പോ മൂസ നബി അലൈഹിസ്സലാം ബോധരഹിതനായി നിലത്തേക്ക് വീണുപോയി. അള്ളാനെ കാണാൻ പറ്റിയില്ല. അള്ളാഹുവിന്റെ തജല്ലിയായ പ്രകാശത്തിൽ നിന്നൊരു അംശം വന്നതാണ്. എന്നാൽ നമുക്ക് പടച്ച റബ്ബിനെ കാണാൻ പറ്റും. എവിടെ വെച്ച്? നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മുഅ്മിനീങ്ങൾക്ക് 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ പടച്ച റബ്ബ് ചോദിക്കും, ദുനിയാവിന്റെ ജീവിതത്തിൽ പരിശുദ്ധമായ റമളാനെ നിങ്ങൾ അലങ്കരിച്ചു ഇബാദത്തുകൾ കൊണ്ട്. രാത്രികാലങ്ങളിൽ ഇഅ്തികാഫിലൂടെയും തസ്ബീഹ് നിസ്കാരങ്ങളിലൂടെയും സ്വദഖകളിലൂടെയും പാവങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ ദുനിയാവിന്റെ ദിനരാത്രങ്ങളെ നിങ്ങൾ കഴിച്ചുകൂട്ടി. നിങ്ങൾക്ക് എന്താണ് വേണ്ടിയത്? ആ സമയത്ത് മുഅ്മിനീങ്ങൾ മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് അല്ല പറയും, ഒന്ന് കണ്ണ് തുറന്ന് നോക്കടോ. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് പഠിച്ച റബ്ബിനെ കാണാൻ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. 14-ാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ അല്ലാഹനെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൂസ
എനിക്ക് ഇഷ്ടപ്പെടുന്ന ചില ആളുകളുണ്ട്, അവർക്ക് 2 അടയാളങ്ങളുമുണ്ട് മൂസ. ഞാൻ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ, ഞാൻ സ്നേഹിക്കുന്ന ആളുകൾ, ഞാൻ അനുഗ്രഹിച്ച ആളുകൾ, അവർക്ക് 2 അടയാളങ്ങൾ കാണാൻ പറ്റും മൂസ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആവേശമായി എന്താണ് ആ 2 അടയാളങ്ങൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി മൂസ നബിയോട് പറഞ്ഞത്, മൂസ ഉൽഹിമുഹു ദിക്രി, അവന്റെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലൂടെ സഞ്ചരിച്ചാലും അവന്റെ ഹൃദയത്തിൽ ഞാൻ ഉണ്ടാകും. ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, അവന്റെ ഖൽബിലുണ്ട്. ഞാൻ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും പടച്ച റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഏത് രാത്രിയായാലും ഏത് പകലായാലും ഏത് സങ്കീർണമായ സാഹചര്യങ്ങളായാലും എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്നുള്ള ചിന്തയിലൂടെ ദിക്റിലായി കഴിഞ്ഞുകൂടുന്ന മനുഷ്യരാരുണ്ടോ അവരെ അല്ലാഹുവിന്റെ സ്നേഹമാണ്. നമ്മളെ സ്വയം നമ്മൾ വിചിന്തനം ചെയ്താൽ മതി, അപ്പുറം ഒന്നും നോക്കണ്ട. സ്വയം എന്റെ റബ്ബിന് എന്നെ ഇഷ്ടമുണ്ടോ? ഞാൻ ഒരുപാട് ദിക്ർ ചൊല്ലുന്നവരാണോ? എനിക്ക് ദിക്ർ ചൊല്ലാനുള്ള സമയം കിട്ടുന്നുണ്ടോ? എനിക്ക് ദിക്ർ ചൊല്ലാൻ വേണ്ടിയിട്ടുള്ള മൈൻഡ് കിട്ടുന്നുണ്ടോ? അതിനുള്ളതായ അവസരം എനിക്കുണ്ടോ? അതിന് എൻ്റെ മനസ്സ് സമ്മതിക്കുന്നുണ്ടോ? അങ്ങനെ സമ്മതിക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹുവിന് നമ്മളെ ഇഷ്ടമുണ്ട്. രണ്ടാമതായി പടച്ച റബ്ബ് പറഞ്ഞത് വഅസിമുഹു അൻ മഹാരിമി, നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നും പടച്ച റബ്ബ് അവനെ മാറ്റി നിർത്തുമെന്നാണ്. ഇന്ന് നമ്മളൊക്കെ എങ്ങനെയാ? തെറ്റ് ചെയ്യുന്നു, അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നു. വാട്സപ്പ് സ്റ്റാറ്റസുകളിലൂടെയും ഫേസ്ബുക്ക് സ്റ്റോറികളിലൂടെയും തെറ്റ് ചെയ്യുന്നതിലുപരി അത് പരസ്യപ്പെടുത്തി 4 ആൾ കാണട്ടെ എന്ന നിലയിൽ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പണ്ട് പരിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്ത് ഒരാൾ കയറിയിട്ട് മലമൂത്ര വിസർജനം നടത്തി. ഇതറിഞ്ഞിട്ട് ആളുകൾ വടിയും കമ്പുമായി അദ്ദേഹത്തിനെ പിടിക്കാൻ ചെന്ന് പിടിച്ചു. അദ്ദേഹത്തിനെ അടിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പറയുന്നത്, നിക്ക്, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഉപദ്രവിച്ചോ, എന്നെ കൊന്നോ, കുഴപ്പമില്ല, എന്താണ് നിന്റെ ഭാഗം, നീ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറയുന്നു, ഒന്നുകിൽ ലോകം അറിയപ്പെടണമെങ്കിൽ നന്മ ചെയ്ത് അറിയപ്പെടണം, ലോകത്ത് അതല്ലെങ്കിൽ അറിയപ്പെടണമെങ്കിൽ തിന്മ ചെയ്ത് അറിയപ്പെടണം. പക്ഷെ എന്നെ കൊണ്ട് നന്മ ചെയ്ത് ലോകം അറിയപ്പെടാനൊന്നും കഴിയൂല. അപ്പൊ ഈ ഒരു തിന്മയിലൂടെയെങ്കിലും എനിക്ക് ലോകം അറിയപ്പെടുന്ന ഒരാളായി മാറണം. അതിനു വേണ്ടിയാണ് ഞാൻ പരിശുദ്ധമായ കഅബയ്ക്കകത്ത് കയറി മലമൂത്ര വിസർജനം നടത്തിയത് എന്ന് പറയുമ്പോൾ ഏകദേശം അതുപോലെയുള്ള ജീവിതമാണ് ഇന്ന് നമ്മളും നയിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ ഔലിയാക്കൾ, സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു, അവരെയൊക്കെ ജീവിതം ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കറിയാം അവർ പടച്ച റബ്ബുമായി അടുത്തവരാണ്, ഇസ്സത്തിന്റെ ഉടമകളാണ്. എന്നാൽ ഫിർഔനിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കറിയാം അവരൊക്കെയും അല്ലാഹുവിന്റെ പ്രത്യേകമായ ശാപം കിട്ടിയവരാണ്, ദില്ലത്തിന്റെ ആളുകളാണ്, അല്ലേ? ഇസ്സത്തിലൂടെ, അഭിമാനത്തിലൂടെ നമുക്ക് ലോകം അറിയപ്പെടുന്ന ആളുകളായി മാറാം. നേരെ മറിച്ച് അധപ്പതനത്തിലൂടെ മഹാ തെറ്റുകൾ ചെയ്തുകൊണ്ടും പത്രങ്ങളിലും മൊബൈലുകളിലും സോഷ്യൽ മീഡിയകളിലും ഫോട്ടോകൾ പ്രചരിച്ചുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ലോകം അറിയപ്പെടുന്ന ഒരാളായി മാറാം. എന്നാൽ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, പടച്ച റബ്ബ് അനുഗ്രഹിച്ചവരുടെ പാതയിലൂടെ ലോകം അറിയപ്പെടുന്ന ആളായി മാറണം, അല്ലാഹു അറിയപ്പെടുന്ന ആളായി മാറണം. ഇതാണ് ഈ ആയത്തിലൂടെ പടച്ച റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ രാവുകൾ നമ്മോട് മുന്നിട്ട് വരുമ്പോൾ എങ്ങനെയെല്ലാം പടച്ച റബ്ബുമായി ചേർന്ന് നിൽക്കാൻ പറ്റുമോ ഇബാദത്തുകളിലായി ധന്യപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിനെ സംശുദ്ധമാക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രത്യേകമായ ഹിദായത്ത് ലഭ്യമായവരിൽ, പടച്ച റബ്ബിന്റെ പ്രത്യേകമായ സ്നേഹം ലഭ്യമായവരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്കൊക്കെയും അല്ലാഹു പരിപൂർണ്ണ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ 1 മുതൽ ഇന്ന് വരേക്കും നമ്മുടെ പള്ളിയിലെ ഇഫ്താറിന് വേണ്ടി സഹായിച്ചവർ, അതിനുവേണ്ടി ഓടി നടന്നവർ, ഭാരവാഹികൾ, പാചകം, അത് ഖിദ്മത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിനെ മുൻനിർത്തിയിട്ട് ഖത്ം ഓതിയ സഹോദരിമാരുണ്ട്, ഇന്ന് വന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ നാളെ ഉള്ള ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിൽ ആരൊക്കെ ഖത്മുകൾ ഓതി തീർത്തുവോ അതൊക്കെ നിങ്ങൾ ഓതി തീർത്തതും ഒക്കെ
അറിയിച്ചാൽ നാളെ രാത്രിയിൽ ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണ് പരിശുദ്ധമായ ഖുർആനും അവതീർണമായ രാത്രി. ആ പരിശുദ്ധമായ ഖുർആൻ ഖത്മുകൾ മുൻനിർത്തി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.